സ്വാഗതം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളിൽ നിന്നും ക്ഷേമ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുകയും പിന്നീട് വിവിധ കാരണങ്ങളാൽ താൽക്കാലികമായി തടഞ്ഞു വയ്ക്കപ്പെട്ട പെൻഷൻ ഗുണഭോക്താക്കൾ പിന്നീട് അർഹരാണെന്ന് കാണുന്ന പക്ഷം ബന്ധപ്പെട്ട പ്രാദേശിക സർക്കാർ, അതായത് ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗുണഭോക്താവിന് പെൻഷൻ പുനഃസ്ഥാപിച്ച് ലഭിക്കുന്നതാണ്. വാഹനമുണ്ട്, മറ്റു പെൻഷനുകൾ ലഭിക്കുന്നു എന്നീ കാരണങ്ങളാൽ തെറ്റായി രേഖപ്പെടുത്തിയത് മുഖേന പെൻഷൻ തടയപ്പെട്ടവർക്ക് പെൻഷൻ കുടിശ്ശിക ലഭിക്കുവാൻ അർഹതയുണ്ട്. എന്നാൽ രണ്ടിൽ കൂടുതൽ പെൻഷൻ കൈപ്പറ്റിയിരുന്ന കാരണത്താൽ പെൻഷൻ തടയപ്പെട്ടവർക്ക് അർഹതപ്പെട്ട പെൻഷൻ പുനഃസ്ഥാപിച്ചു നൽകുമ്പോൾ പുനഃസ്ഥാപിക്കപ്പെടുന്ന തീയതി മുതൽക്കുള്ള ക്ഷേമ പെൻഷൻ നൽകുന്നതിനേ അർഹതയുള്ളൂ. കുടിശ്ശികയ്ക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. പെൻഷൻ സോഫ്റ്റ്വെയറായ സേവനയിൽ നിന്നും സ്ഥിരമായി സസ്പെൻഡ് ചെയ്യപ്പെടുകയും പുതിയ അപേക്ഷ നൽകിയത് പ്രകാരം പെൻഷൻ അനുവദിക്കപ്പെടുകയും ചെയ്യുന്നവർക്ക് ബന്ധപ്പെട്ട പ്രാദേശിക സെക്രട്ടറി ഡിജിറ്റൽ സൈൻ ചെയ്യുന്ന തീയതി അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അംഗീകരിക്കപ്പെടുന്ന തീയതി മുതൽക്ക് മാത്രമേ പെൻഷൻ അർഹതയുള്ളൂ. അവരുടെ കാര്യത്തിൽ പെൻഷൻ കുടിശ്ശിക എന്ന പ്രശ്നം ഉദിക്കുന്നില്ല. എല്ലാ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും താൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് ഓൺലൈൻ മസ്റ്ററിംഗ്. എന്നാൽ അനുവദിച്ച സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാതിരിക്കുകയോ ചെയ്തിട്ടുള്ളവരുടെ പെൻഷൻ തടഞ്ഞു വെച്ചിട്ടുള്ളതാണ്. മസ്റ്ററിംഗ് ചെയ്യുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന മുറയ്ക്ക് പെൻഷൻ പുനഃസ്ഥാപിച്ച് ലഭിക്കുന്നതാണ്. എന്നാൽ തടഞ്ഞു വച്ച കാലത്തെ പെൻഷൻ സർക്കാർ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി മാത്രമേ ലഭിക്കുകയുള്ളൂ. വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ കൈപ്പറ്റുന്ന 60 വയസ്സിന് താഴെയുള്ള എല്ലാ ഗുണഭോക്താക്കളും പുനർവിവാഹം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടില്ല എന്ന് ഗസറ്റഡ് ഓഫീസർ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന സാക്ഷ്യപത്രം എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ സമർപ്പിക്കുന്നതിനും ആയതിന് പെൻഷൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിനും നിർദ്ദേശിച്ചിട്ടുണ്ട്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവരുടെ ക്ഷേമ പെൻഷൻ ഇത്തരത്തിൽ തടഞ്ഞു വെച്ചിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന മുറയ്ക്ക് പെൻഷൻ പുനഃസ്ഥാപിച്ച് ലഭിക്കുന്നതാണ്. എന്നാൽ തടഞ്ഞു വെച്ച കാലത്തെ ക്ഷേമ പെൻഷൻ സർക്കാർ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി മാത്രമേ ലഭിക്കുകയുള്ളൂ. ധനകാര്യ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം വിവിധ കാരണങ്ങളാൽ സ്ഥിരമായി സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഗുണഭോക്താക്കളുടെ പെൻഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് പുനഃസ്ഥാപിക്കുവാൻ സാധിക്കില്ല. എന്നാൽ അത്തരക്കാർ പിന്നീട് പെൻഷന് അർഹരാകുന്ന പക്ഷം ബന്ധപ്പെട്ട പ്രാദേശിക സർക്കാരിൽ പുതിയ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ബന്ധപ്പെട്ട പ്രാദേശിക സർക്കാരുകൾ നിലവിലെ നിബന്ധനകൾ പ്രകാരമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അർഹരായവർക്ക് പെൻഷൻ അനുവദിക്കുന്നതാണ്. എന്നാൽ ഇത്തരക്കാരിൽ 6/2/2017 മുമ്പ് 2 പെൻഷൻ ലഭിച്ചിരുന്നവർ, വികലാംഗ പെൻഷൻ ലഭിച്ചിരുന്നവർ എന്നിവരുടെ കാര്യത്തിൽ പുതിയ അപേക്ഷ ഇല്ലാതെ തന്നെ സർക്കാർ അനുമതിയോടെ പെൻഷൻ പുനഃസ്ഥാപിച്ച് നൽകുന്നതാണ്. സത്യപ്രസ്താവന സമർപ്പിക്കാത്തവർ. എല്ലാ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും നിശ്ചിത മാതൃകയിലുള്ള സത്യപ്രസ്താവന സമർപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആയത് സമയപരിധിക്കുള്ളിൽ സമർപ്പിക്കാത്തവരുടെ പെൻഷൻ താൽക്കാലികമായി തടഞ്ഞു വയ്ക്കുകയും 3 കൂടുതൽ തവണ അക്കൗണ്ടിൽ പെൻഷൻ തുക നിക്ഷേപിക്കാൻ സാധിക്കാത്ത വന്നവരുടെ പെൻഷൻ ധനകാര്യ വകുപ്പ് നിർദ്ദേശാനുസരണം സ്ഥിരമായി സസ്പെൻഡ് ചെയ്തിട്ടുള്ളതുമാണ്. ആധാർ രേഖകൾ
സമർപ്പിക്കാത്തവർ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ നിർബന്ധമായും ആധാർ നമ്പർ പെൻഷൻ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ആധാർ ലഭ്യമാകാത്തവർക്ക് ഇലക്ഷൻ ID, റേഷൻ കാർഡ് സൈറ്റിൽ രേഖപ്പെടുത്തുന്നതിന് റേഷൻ കാർഡിൻ്റെ പകർപ്പ് അപ്ലോഡ് ചെയ്യുന്നതിനും സമയം അനുവദിച്ചു നൽകിയിരുന്നു. പ്രസ്തുത നിർദ്ദേശം പാലിക്കാത്തവരുടെ പെൻഷൻ ധനകാര്യ വകുപ്പ് നിർദ്ദേശപ്രകാരം സ്ഥിരമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ധനകാര്യ വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം 1000 cc മുകളിൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള വാഹനം സ്വന്തമായുണ്ട് എന്ന കാരണത്താൽ ചില ഗുണഭോക്താക്കളുടെ പെൻഷൻ താൽക്കാലികമായി തടഞ്ഞു വച്ചിരുന്നു. ഇപ്രകാരം തടഞ്ഞു വയ്ക്കപ്പെട്ട പെൻഷനുകൾ അന്വേഷണ റിപ്പോർട്ട് യഥാസമയം പെൻഷൻ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തുന്നതിനും സ്വന്തമായി വാഹനമില്ല എന്ന് ബോധ്യപ്പെട്ടാൽ സസ്പെൻഷൻ റദ്ദ് ചെയ്യുന്നതിനും അവസരം നൽകിയിരുന്നു. പ്രാദേശിക സർക്കാർ സ്റ്റാറ്റസ് രേഖപ്പെടുത്താത്ത ഇത്തരം ഗുണഭോക്താക്കളെ നിലവിൽ സ്ഥിരമായി സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പരാമർശിക്കുന്ന കാലയളവിലേക്ക് മാത്രമാണ് വിതരണം ചെയ്യുന്നത്. അത്തരത്തിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയക്കുന്ന പെൻഷൻ തുക വിവിധ കാരണങ്ങളാൽ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകാതെ മടങ്ങുന്ന സാഹചര്യവും നിലവിലുണ്ട്. ഏതെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുള്ള ജൻധർ പോലുള്ള അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാൻ കഴിയുന്ന തുകയുടെ പരിധി അധികരിച്ചാൽ പ്രസ്തുത അക്കൗണ്ടുകളിലേക്ക് അയക്കുന്ന പെൻഷൻ തുക ക്രെഡിറ്റ് ആകാതെ മടങ്ങുന്നതാണ്. അത്തരത്തിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ സേവിങ്സ് അക്കൗണ്ടായി മാറ്റുകയോ അല്ലെങ്കിൽ അക്കൗണ്ടിലെ അപാകത പരിഹരിക്കുകയോ ചെയ്താൽ തുടർന്നുള്ള മാസങ്ങളിലെ പെൻഷൻ ഗുണഭോക്താവിന് ലഭിക്കുന്നതാണ്. എന്നാൽ സർക്കാർ കുടിശ്ശിക അനുവദിക്കുന്ന അവസരത്തിൽ മാത്രമാണ് മുൻ കാലയളവിൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകാതെ മടങ്ങിയ തുക ലഭിക്കുവാൻ സാധിക്കുകയുള്ളൂ. EPF പെൻഷൻ കൈപ്പറ്റുന്നുവെന്ന് തെറ്റായി സേവന സോഫ്റ്റ്വെയറിൽ രേഖപ്പെടുത്തിയത് കാരണം മറ്റ് പെൻഷനുകൾ തടയപ്പെട്ടവരുടെ കാര്യത്തിൽ അവർക്ക് EPF പെൻഷൻ ലഭിക്കുന്നില്ല എന്ന് പ്രാദേശിക സർക്കാർ സെക്രട്ടറിക്ക് ബോധ്യപ്പെടുന്ന പക്ഷം നിലവിലെ ഉത്തരവുകൾ പ്രകാരം ലഭിക്കുവാൻ അർഹതയുള്ള പെൻഷൻ പുനഃസ്ഥാപിച്ച് നൽകാവുന്നതാണ്. EPF പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് നിലവിലെ നിബന്ധനകൾക്ക് വിധേയമായി EPF പെൻഷന് പുറമെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, തനത് ഫണ്ടിൽ നിന്നും പെൻഷൻ നൽകുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷൻ, സർക്കാർ സഹായത്തോടെ നൽകുന്ന പെൻഷൻ തുടങ്ങിയ ക്ഷേമനിധി ബോർഡ് പെൻഷൻ എന്നിവയിൽ ഏതെങ്കിലും ഒരു പെൻഷൻ ലഭിക്കുന്നതിന് മാത്രമേ അർഹതയുണ്ടായിരിക്കുകയുള്ളൂ. നിലവിൽ EPF പെൻഷനോടൊപ്പം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ക്ഷേമനിധി ബോർഡ് പെൻഷൻ എന്നിവ കൈപ്പറ്റി വന്നതിനാൽ 2 പെൻഷനുകളും തടഞ്ഞു വച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് EPF പെൻഷന് പുറമെ നിലവിലെ മറ്റു നിബന്ധനകൾക്ക് വിധേയമായി ഗുണഭോക്താവിൻ്റെ താൽപ്പര്യപ്രകാരം ഏതെങ്കിലും ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡ് പെൻഷൻ പുനഃസ്ഥാപിച്ച് നൽകുന്നതാണ്. വിവിധ കാരണങ്ങളാൽ സേവന സോഫ്റ്റ്വെയറിൽ നിന്നും സ്ഥിരമായി ഒഴിവാക്കപ്പെട്ടവർക്ക് പെൻഷൻ പുനഃസ്ഥാപിച്ച് നൽകേണ്ടതില്ല. എന്നാൽ അത്തരക്കാർ പിന്നീട് പെൻഷന് അർഹരാകുന്ന പക്ഷം ബന്ധപ്പെട്ട പ്രാദേശിക സർക്കാരിൽ പുതിയ അപേക്ഷ സമർപ്പിച്ച് ബന്ധപ്പെട്ട പ്രാദേശിക സർക്കാരുകൾ നിലവിലെ നിബന്ധനകൾ പ്രകാരമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അർഹരായവർക്ക് പെൻഷൻ അനുവദിക്കുന്നതാണ്. എന്നാൽ ഇത്തരക്കാരിൽ 6/2/2017 മുമ്പ് 2 പെൻഷൻ ലഭിച്ചിരുന്നവർ, വികലാംഗ പെൻഷൻ ലഭിച്ചിരുന്നവർ എന്നിവരുടെ കാര്യത്തിൽ പുതിയ അപേക്ഷ ഇല്ലാതെ തന്നെ സർക്കാർ അനുമതിയോടെ പെൻഷൻ പുനഃസ്ഥാപിച്ച് നൽകുന്നതാണ്.